ഗാസയെ പിന്തുണച്ച് ന്യൂയോർക്കിലെ കൊളംബിയ സർവകലാശാലയിൽ പ്രതിഷേധക്കാർ ക്യാമ്പ് ചെയ്തതിനെ തുടർന്ന് US കോൺഗ്രസ് പ്രതിനിധി ഇൽഹാൻ ഒമറിന്റെ മകൾ ഉൾപ്പെടെ 100-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്യുകയും സമൻസ് അയക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. പ്രതിഷേധക്കാർ യൂണിവേഴ്സിറ്റിയുടെ സൗത്ത് ലോണിലെ സ്ഥലം 30 മണിക്കൂർ പ്രതിരോധിച്ചതായി വ്യാഴാഴ്ച അറസ്റ്റിന് ശേഷം മേയർ എറിക് ആഡംസ് പറഞ്ഞു. കൊളംബിയ ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് സഹായം അഭ്യർത്ഥിച്ചുവെന്നും വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തുവെന്നും എന്നാൽ ക്യാമ്പസ് വിട്ടുപോകാൻ വിദ്യാർത്ഥികൾ വിസമ്മതിച്ചുവെന്നും പോലീസ് പറഞ്ഞു. കൊളംബിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധങ്ങളുടെയും ശബ്ദമുയർത്തിയതിൻ്റെയും അഭിമാനകരമായ ചരിത്രമുണ്ടെന്നും എന്നാൽ സർവകലാശാല നയങ്ങൾ ലംഘിക്കാൻ അവർക്ക് അവകാശമില്ലെന്നും ആഡംസ് പറഞ്ഞു. ഒമറിന്റെ മകൾ ഇസ്ര ഹിർസി മാൻഹട്ടനിലെ അയൽപക്കത്തെ ബെർണാഡ് കോളേജിൽ പഠിക്കുന്നു. വംശഹത്യ നേരിടുന്ന പലസ്തീനികൾക്കെതിരെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതിന് താൻ ഉൾപ്പെടെ 3 വിദ്യാർത്ഥികളെങ്കിലും സസ്പെൻഡ് ചെയ്തതായി ഇസ്ര ഹിർസി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പറഞ്ഞു. ന്യൂയോർക്ക് സിറ്റി സ്കൂളിലെ 3 വർഷത്തിനിടെ വിദ്യാർത്ഥി ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ ശിക്ഷിക്കപ്പെടുന്നത് ഇതാദ്യമാണെന്നും പലസ്തീനികൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വിദ്യാർത്ഥി ഗ്രൂപ്പിന്റെ സംഘാടകയായ ഹിർസി പറഞ്ഞു.